പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം വിള്ളൽ രൂപപ്പെട്ടു. 10 മീറ്ററോളം നീളത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. നാദാപുരം തലശ്ശേരി റൂട്ടിൽ പേരോട് റോഡ് അപകടാവസ്ഥയിൽ. ഗതാഗതം വഴിതിരിച്ചുവിട്ട് പോലീസ്. കായക്കൊടി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മോട്ടോർ ഉൾപ്പെടെ കിണറിൽ താഴ്ന്നു പോവുകയായിരുന്നു. കനത്ത മഴയിൽ കർഷകർ ദുരിതത്തിൽ. ചെരണ്ടത്തൂർ ചിറയിലെ പുഞ്ചകൃഷി വെള്ളത്തിൽ മുങ്ങി. വാർത്തകൾ വിശദമായി. മൂരാട് പാലത്തിന് സമീപം ദേശീയപാതയിൽ വിള്ളൽ. 6 വരിപ്പാതയിൽ കണ്ണൂർ ഭാഗത്തേക്കുള്ള 2 വരിപ്പാത അടച്ചു. ഇന്നലെ രാത്രിയോടെയാണ് റോഡിൽ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. 10 മീറ്ററോളം നീളത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന പടിഞ്ഞാറ് ഭാഗത്തെ റോഡിലാണിത്. പോലീസ് സ്ഥലത്തെത്തി വിള്ളലുള്ള ഭാഗത്തെ റോഡടച്ച് ഗതാഗതം നിരോധിച്ചു. പാലത്തോട് ചേർന്ന് നിർമ്മാണം പൂർത്തിയായ റോഡിലാണ് വിള്ളൽ. മഴ ശക്തമായാൽ വിള്ളൽ വലുതാകാൻ സാധ്യതയുണ്ട്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തി. പയ്യോളിയിൽ നിന്ന് വടകരയ്ക്ക് വരുമ്പോൾ ഇടതുഭാഗത്താണ് 10 മീറ്ററോളം നീളത്തിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ നാട്ടുകാരും സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് താൽക്കാലിക നടപടി കൈക്കൊണ്ട് പ്രതിഷേധം തണുപ്പിക്കുകയാണ് ചെയ്തത്. അതിനടുത്താണ് ഇപ്പോൾ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് ഇക്കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസ് ഉൾപ്പെടെ അധികാരികൾ ഇവിടെ എത്തി. നാദാപുരം തലശ്ശേരി റൂട്ടിൽ പേരോട് ടൗണിൽ റോഡ് അപകടാവസ്ഥയിൽ. ഇന്നു മുതൽ അനിശ്ചിത കാലത്തേക്ക് റോഡടച്ച് അധികൃതർ. റോഡിന്റെ തകർച്ച കാരണം നാദാപുരത്ത് നിന്ന് ഇരിങ്ങണ്ണൂർ വഴി തലശ്ശേരിക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പേരോട് അപകടകരമാം വിധം തകർന്നതിനെ തുടർന്ന് റോഡ് അടയ്ക്കുകയായിരുന്നു. നാദാപുരം പോലീസ് ഗതാഗതം വഴി തിരിച്ചുവിട്ടു. നാദാപുരത്ത് നിന്ന് പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പേരോട് നിന്ന് പാറക്കടവ് റോഡിൽ പ്രവേശിച്ച് ആവടിമുക്ക് ഇരിങ്ങണ്ണൂർ ഒലിപ്പിൽ വഴി പെരിങ്ങത്തൂരേക്കും, നാദാപുരം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ തൂണേരിയിൽ നിന്ന് പട്ടാണി റോഡ് വഴി പാറക്കടവ് റോഡിൽ പ്രവേശിച്ച് പേരോട് ഭാഗത്തേക്കും പോകണമെന്നും നാദാപുരം പോലീസ് അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. കായക്കൊടി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇന്നലെയായിരുന്നു സംഭവം. ഏവർകോവിലെ പുളിയുള്ളതിൽ ഭാസ്കരൻ നായരുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മോട്ടോർ ഉൾപ്പെടെ കിണറിൽ താഴ്ന്നു പോവുകയായിരുന്നു. അതേസമയം കനത്ത മഴയെ തുടർന്ന് കായക്കൊടി പഞ്ചായത്തിൽ കുളങ്ങരത്താഴ, മുട്ടുനട, പാലോളി വാർഡുകളിൽ നിന്നും വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയത്. കുളങ്ങരത്താഴ വാർഡിൽ ആരിഫ് മുസ്ലിയാർ, ഫാഹിദ, അമ്മദ് ഓത്യോട്ടുകുനി, ഹമീദ് പറാട്ടി, സാദത്ത്, കുഞ്ഞമ്മദ്, സബീബ, മുട്ടുനടയിൽ കുഞ്ഞിപ്പറമ്പത്ത് കുമാരൻ, അമ്മച്ചൂർ സുരേന്ദ്രൻ, എടച്ചേരിക്കണ്ടി പവിത്രൻ, പാലോളിയിൽ കോളിക്കൂൽ ചാത്തു എന്നിവരെയാണ് ബന്ധുവീടിലേക്ക് മാറ്റിയത്. ഓത്യോട്ട്, മുട്ടുനട, പട്ടർകുളങ്ങര, പാറക്കൽ, തോളാർ മണ്ണിൽ, ആക്കൽപ്പള്ളി, കള്ളുഷാപ്പ് തുടങ്ങിയ ഭാഗങ്ങളിൽ കനത്ത വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. മഴ ശക്തിപ്പെടുന്നത് മൂലം കർഷകർ ദുരിതമനുഭവിക്കുകയാണ്. കനത്ത മഴയിൽ ചെരണ്ടത്തൂർ ചിറയിലെ പുഞ്ചകൃഷി വെള്ളത്തിൽ മുങ്ങി. വെള്ളം കയറിയപ്പോൾ 20 ഏക്കറോളം സ്ഥലത്തെ കൊയ്യാൻ പാകമായ പുഞ്ചകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത്. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ചിറയിലെ വെള്ളക്കെട്ട് നടുത്തോട്ടിലേക്കും പുഴയിലേക്കും ഒഴുക്കിവിടാൻ സംവിധാനമില്ലാത്തതിനാലാണ് കൃഷി ഇറക്കാൻ വൈകുന്നത്. ഇത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. നെൽവിത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാതെ കർഷകർക്ക് വിതരണം ചെയ്തതിലൂടെ പല കൃഷിക്കാരും വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന പരാതിയുമുണ്ട്. 1 ഏക്കറിന് മിനിമം 1500 കിലോ നെല്ല് കിട്ടേണ്ട സ്ഥാനത്ത് 300 മുതൽ 750 കിലോ വരെയാണ് ലഭിച്ചത്. ഇതിനു സ്ഥിരമായ പരിഹാരമില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നു. അതേസമയം കാലവർഷക്കാറ്റ് വീശിയടിക്കുമ്പോൾ വടകര മേഖലയിലെ തീരദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. കൂറ്റൻ തിരമാലകൾ നാശം വിതയ്ക്കുകയാണ്. അതിശക്തമായ കടലാക്രമണമാണ് വടകര മേഖലയിൽ അനുഭവപ്പെടുന്നത്. 6 മീറ്ററിലേറെ ഉയരത്തിലുള്ള തിരമാലകൾ 80 മീറ്ററിലോളം കരയിലേക്ക് അടിച്ചു കയറുന്നു. തീരത്തുള്ള 50ലേറെ വീടുകളിലും വെള്ളം കയറി. അഴിത്തല അഴിമുഖത്ത് പുലിമുട്ടിന്റെ വലിയ പാറക്കല്ലുകൾ ഇളകി വീണു. ശക്തമായ തിരമാല 2 മണിക്കൂറിലേറെ നേരമാണ് കരയിലേക്ക് ആഞ്ഞടിച്ചത്. വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി.
വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താ സന്ധ്യയുമായി നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.